കൊണ്ടൽ. അങ്ങനെ കൊണ്ടലിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ആൻ്റണി പെപ്പയാണ് നായകനായിട്ട് വരുന്നത്. അതിൻ്റെ ട്രെയിലർ നമുക്ക് കാണാം. മിന്നൽ മുരളി, RTX ബാംഗ്ലൂർ ഡേയ്സ്. ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി സീനാണ്. ആൻ്റണി ഓ സാംസിയസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കൊള്ളാമല്ലോ. അയ്യോ കണ്ണമ്പായി. വിഷ്വൽ വിഷ്വല് ശ്രീജിത്ത്. ഇത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഈ സിനിമ. അജിത് നമ്പള്ളി. ഒമ്പോ അത് സീനായിരുന്നു. ഓ അണ്ണൻ രാജ്ബി ഷെട്ടി ഇതിനകത്ത് ഒരു മെയിൻ റോളിലാണെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അത് ലാസ്റ്റിലത്തെ ആ സ്രാവ് വരുന്ന സീൻ. കൊണ്ടൽ എന്ന് വെച്ചാൽ സ്രാവ് എന്നാണ് അർത്ഥം. എനിക്ക് അതിൻ്റെ കറക്റ്റ് അർത്ഥം അറിയില്ല. പക്ഷേ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു ട്രെയിലർ, കുറച്ചുകൂടെ ഒന്ന് ട്രിം ചെയ്ത് എന്തായാലും നമുക്ക് അങ്ങനെ ഡീറ്റെയിലി മനസ്സിലാകുന്ന രീതിയിലല്ല എന്തായാലും ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത്രയും ലെങ്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതെന്താ പറയുക, നമ്മുടെ ആൻ്റണി പെപ്പയുടെ സിനിമകൾ കാണുന്നവർക്കെല്ലാം അറിയാം അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ട്രെയിലറും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചൊരു അഡ്വഞ്ചർ ടൈപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് മോസ്റ്റ്ലി എല്ലാം കടലിൽ തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 90% കടലിൽ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടതും അങ്ങനെ തന്നെയാണ്. അവർ കടലിൽ പോകുന്നവരുടെ ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് അന്നേരം നടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ്. എനിക്കങ്ങനൊരു കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായില്ല. പക്ഷേ മ്യൂസിക് അതെടുത്ത് പറയണം. നമ്മുടെ സാംസിയസ് ഒരു എന്താ പറയുക, ഇതൊരു ടിപ്പിക്കൽ സൈൻ അല്ലാതെ എന്നാൽ അടിപൊളി, കേൾക്കാൻ നല്ല രസമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു മ്യൂസിക് പോലെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആസ് യൂഷ്വൽ പൊളിക്കുമെന്ന് തോന്നുന്നു. പിന്നീടുള്ളത് അതിൻ്റെ ഫൈറ്റ്സാണ്. ഫൈറ്റ് ആരാ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫൈറ്റും അത്യാവശ്യം കൊള്ളാം. ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടമായിരിക്കും. പിന്നെ ഇതിനൊരു അഡ്വഞ്ചർ സ്വഭാവം കൂടെ ഉള്ളത് കൊണ്ട് ആ ഫൈറ്റ് എങ്ങനെ ആയിരിക്കും ഒരു കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് കുറച്ച് ഭാഗങ്ങളിൽ അത് കാണുന്നുണ്ട്. പിന്നീട് ഡയറക്ടർ എന്ന് പറയുന്നത് അജിത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മുടെ ചതുർമുഖത്തിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം. പിന്നെ ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് നമ്മളെ എല്ലാവരെയും ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്നത്. അത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, നമ്മുടെ സോഫിയ പോൾമാൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ ഹൗസിനൊരു ഫാൻ ബേസ് ഉണ്ട്. അവരുടെ റീസെൻറ്റ് സിനിമകളെല്ലാം അറിയാം. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഈ സമയത്ത് നമ്മുടെ RDX ആയിട്ട് അവർ വന്നിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ഒരു അടിപ്പടമായിട്ട് വന്നത് ഓണത്തിന്. അത് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഒരു മാജിക് ഹിറ്റ് അവർക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ട്രെയിലർ കൊള്ളാം. ആൻ്റണി പെപ്പയ്ക്കൊക്കെ ഒരു എന്താ പറയുക, ആൻ്റണി പെപ്പ മാത്രമല്ല അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു പെർഫോമൻസിന് ചാൻസ് ഉള്ളൊരു എന്താ പറയുക, ഒരു ഐറ്റമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. എനിക്ക് ട്രെയിലർ കുറച്ചൊരു ട്രിം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. കാര്യം വെച്ചാൽ എന്തായാലും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ പറഞ്ഞ് കുറച്ച് കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് കൊള്ളാം. മ്യൂസിക്, വിഷ്വൽസ്, പിന്നെന്താ പറയുക, ഇതിൻ്റെ കട്ട്സ് ഒരുപാട് ഗിമിക്സുകളൊന്നുമില്ല. പക്ഷെ അവസാനത്തെ ആ സ്രാവ് വരുന്ന സാധനം
ശ്രാവണോ തിമിംഗലോ ശ്രാവണം തോന്നുന്നു വലിയ അത് കിടിലനായിട്ട് വരുന്നുണ്ട്. VFX അപ്പം എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. കടലിലെ ആ വിഷ്വൽസ് മീൻസ് സുനാമി പോലെ എന്തോ വരുന്ന കാണിക്കുന്നുണ്ട്. സുനാമി അല്ല, മീൻസ് കടൽ ശോഭിച്ച് നിൽക്കുന്ന സമയം അതും അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ കാണാം. ഈ ഒരു ഓണത്തിന് ഒരു ലാസ്റ്റ് ടൈം അവർ RDXനുണ്ടായ ഒരു ഓളം തന്നെ ഈ പടത്തിനും ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.